വെൽക്കം ടു എക്കണോമിക്സ് എഡിബിൾസ്. ഇന്ന് മാക്രോ എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു മോണിറ്ററിസ്റ്റ്, പബ്ലിക് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൗഡ്സ് ഔട്ട് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് എ റിസൾട്ട് ഓഫ് റൈസ് ഇൻ ഓപ്ഷൻ എ ദ മണി സപ്ലൈ, ഓപ്ഷൻ ബി ആഗ്രിഗേറ്റ് ഡിമാൻഡ്, ഓപ്ഷൻ സി ലിക്വിഡിറ്റി പ്രിഫറൻസ്, ഓപ്ഷൻ ഡി ഇൻട്രസ്റ്റ് റേറ്റ്. ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റ് സംഭവിക്കുന്നത് എന്തിൻ്റെ ഇൻക്രീസ് മൂലമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പം നമുക്ക് ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ ഫീച്ചേഴ്സ് നോക്കാം. ഒരു എക്കോണമിയിലെ ഗവൺമെൻറ്റും പ്രൈവറ്റ് സെക്ടറും ഉണ്ട് അല്ലേ? ഈ രണ്ട് സെക്ടറും കൂടി ചേർന്നാണ് എന്ത് എക്കോണമിക്ക് ഒത്തിരി സംഭാവനകൾ നൽകുന്നതെന്ന് നമുക്കറിയാം. അത്തരത്തിൽ ഗവൺമെൻറ് എക്കോണമിയിൽ യൂസ് ചെയ്യുന്ന പോളിസിയാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസി നയമാണ് ഏത്? ഫിസ്ക്കൽ പോളിസി. ഫിസ്ക്കൽ പോളിസി എത്ര തരത്തിലുണ്ട്? രണ്ട് തരത്തിലുണ്ട്. ഏതെല്ലാമാണ്? എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി, കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി. അതിന് എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് എക്കോണമിയിൽ സ്പെൻഡിങ് കൂട്ടും. അതായത് ഗവൺമെൻറ് പുതിയ വെൽഫെയർ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൊണ്ടുവരിക. അതായത് പുതിയ റോഡ് നിർമ്മാണം, ബ്രിഡ്ജസിൻ്റെ കൺസ്ട്രക്ഷൻ, ഇതൊക്കെ എന്താണ് ഗവൺമെൻറ് എക്കോണമിയിൽ സ്പെൻഡിങ് കൂട്ടുന്നതിൻ്റെ ഉദാഹരണമാണ്. ഇനി കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അതായത് ഗവൺമെൻറ് എന്താണ് സ്പെൻഡിങ് ഒക്കെ കുറയ്ക്കും. ഇവിടെ ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റിനെ സ്വാധീനിക്കുന്നത് ഇത് ഏത് ഫിസ്ക്കൽ പോളിസിയാണ്? എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസിയാണ്. അതായത് ഗവൺമെൻറ് എക്കോണമിയിൽ സ്പെൻഡിങ് കൂട്ടുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള റവന്യൂ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള റവന്യൂ ഗവൺമെൻറ് കണ്ടെത്തുന്നത് ഏതിൽ കൂടിയാണ്? ഹയർ ടാക്സും അതുപോലെ തന്നെ ട്രഷറീസൊക്കെ സെയിൽ ചെയ്തിട്ടാണ് അതിന് വേണ്ട റവന്യൂ ഗവൺമെൻറ് കണ്ടെത്തുന്നത്. അത്തരത്തിൽ ഈ ട്രഷറീസ് സെയിൽ ചെയ്യുമ്പോൾ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടാൻ ഇടയാകുകയും ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ എന്താണ് ലോണ് മറ്റ് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഫേം ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. ഒരു 5 കോടിയുടെ ലോൺ എടുത്തിട്ടാണ് അദ്ദേഹം ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് 3% ഉള്ളൂ. ആ നേരത്താണ് എന്ത് ഗവൺമെൻറ് എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസിയുടെ ടൂൾസൊക്കെ യൂസ് ചെയ്യുകയും ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യും 4% കൂടും. അപ്പോൾ അതെന്താണ് ഒരു പ്രൈവറ്റ് ഫേമിന് നഷ്ടമാണ് ഉണ്ടാക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യും? പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ മടിക്കും. കാരണം എന്താണ് ഗവൺമെൻറ് ഓൾറെഡി എക്കോണമിയിൽ പുതിയ പ്രോജക്റ്റുകളൊക്കെ കൊണ്ടുവന്ന് സ്വാഭാവികമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൂടി. അപ്പോൾ പ്രൈവറ്റ് ഫേമിന് എന്താണ് ഇൻഡസ്ട്രിയിൽ പുതിയൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അവർക്ക് എന്താണ് എക്സ്പെൻസീവാണ്. അവർക്ക് ലോണിനൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. ഈ സാഹചര്യത്തിൽ എന്താണ് പ്രൈവറ്റ് ഫേം എക്കോണമിയിൽ നിന്ന് പുറത്തു പോകുന്ന ആ ഒരു പ്രതിഭാസത്തെയാണ് എന്ത് പറയുന്നത്? ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് വെച്ചാൽ മതി. എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസിയുടെ ഭാഗമായിട്ട് ഗവൺമെൻറ് എക്കോണമിയിൽ കൂടുതൽ സ്പെൻഡിങ് കൊണ്ടുവരുമ്പോൾ പ്രൈവറ്റ് ഫേംസ് എക്കോണമിയിൽ കൂടുതൽ സ്പെൻഡിങ്ങോ മറ്റേ ആക്ടിവിറ്റീസൊക്കെ തുടങ്ങാനായിട്ട് മടിച്ചു നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, അതിന് മെയിനായിട്ടുള്ള റീസൺ എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതാണെന്ന് ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ക്രൗഡിംഗ് ഔട്ട് ഒക്കേഴ്സ് വെൻ. നമ്മൾ കണ്ടുല്ലേ ഏത് പോളിസിയുടെ ഭാഗമായിട്ടാണ്? എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസിയുടെ ഭാഗമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്